ഒരു സർക്കാരിനെ സാധാരണക്കാർ വിലയിരുത്തുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിന് കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കിയാണ്. അങ്ങനെ കാര്യക്ഷമമായി ഇടപെടുമ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? ഇതാണ് ഒരു സർക്കാരിനെ കുറിച്ച് പ്രാഥമികമായി ജനങ്ങൾ വിലയിരുത്തുന്നത്. ഇവിടെയാണെങ്കിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത വിധം വില വർധനവാണ് കമ്പോളങ്ങളിൽ ദിവസവും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആണ് ജനം സർക്കാരിനെ വിലയിരുത്തുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നല്ല ഭക്ഷണം കഴിക്കുന്നവർ 10% താഴെ മാത്രമാണ്. ഈ വസ്തുത നിലവിലിരിക്കെ 90% പേരും നല്ല ഭക്ഷണമല്ല കഴിക്കുന്നത്. അതായത് വിശപ്പടക്കുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണം അതുപോലും കഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് സംജാതമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജനം തുറച്ചു നോക്കുന്നത് ഇടതുപക്ഷ സർക്കാരിനെയും ആ സർക്കാരിനെ നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയെയുമാണ്. ഇവിടെ ഇടതുപക്ഷ മുന്നണി ഭരിച്ചാലും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന വലതുപക്ഷ മുന്നണി ഭരിച്ചാലും നിത്യോപയോഗ സാധനങ്ങളുടെ വില എങ്ങനെ നിയന്ത്രിക്കുന്നു അതിനെ ആശ്രയിച്ചായിരിക്കും ജനം സർക്കാരിനെ വിലയിരുത്തുന്നത്. ആ വിലയിരുത്തൽ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും അത് വോട്ടായി മാറുകയും ചെയ്യുമെന്ന വസ്തുത രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിഞ്ഞാൽ അവർക്ക് നല്ലത്. ഇവിടെ ദിവസവും സാധനങ്ങളുടെ വില, മലയാളികളുടെ മുഖ്യ ആഹാരം എന്ന് പറയുന്നത് അരിയാഹാരമാണ്. ആ അരിയുടെ വില 1 കിലോയ്ക്ക് 50 രൂപയ്ക്ക് മുകളിൽ എത്തിപ്പെട്ടിരിക്കുന്നു. ജയ അരിയായാലും സുലേഖ അരിയായാലും ഇന്ന് 50 രൂപയ്ക്ക് മുകളിൽ കൊടുത്തെങ്കിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ എന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ഭക്ഷ്യ വസ്തുക്കൾ, സവാളയ്ക്കും ചെറുള്ളിക്കും 80 രൂപ നൽകിയാലേ ലഭിക്കുകയുള്ളൂ എന്ന ഒരു സ്ഥിതിവിശേഷം വന്നിരിക്കുന്നു. ഇത് മാസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ വിലയെന്ന് പറയുന്നത് 30 രൂപയോ 40 രൂപയായിരുന്നു. അത് ഇരട്ടിയിലധികം വിലയാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ വില, 1 കിലോ വെളിച്ചെണ്ണ വേണമെങ്കിൽ പൊതു വിപണിയിൽ 250 രൂപ നൽകേണ്ടി വരുന്നു. അതുപോലെ തന്നെയാണ് തക്കാളിയുടെ വിലയും. തക്കാളികളുടെ വില 80 കഴിഞ്ഞിരിക്കുന്നു. ഉഴുന്നാണെങ്കിൽ 1 കിലോയ്ക്ക് 280 രൂപയിലധികം കൊടുത്തെങ്കിൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അങ്ങനെ തേങ്ങ സാധാരണ മലയാളികൾ നിത്യേന അരിയാഹാരം കഴിക്കുന്നതോടൊപ്പം തന്നെ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷ്യ വസ്തു ആണ് തേങ്ങ. ആ തേങ്ങ മുമ്പെങ്ങും ഇല്ലാത്ത നിലയിൽ 1 കിലോയ്ക്ക് 70 രൂപയായി വർദ്ധിച്ചിരിക്കുന്നു. ഇതിന് കുറേയൊക്കെ കേരളത്തിലെ കർഷകരും ഉത്തരവാദികളാണ്. ഇവിടെ ഫലപ്രദമായി വളർന്നുകൊണ്ടിരുന്ന തെങ്ങെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് അവിടെയെല്ലാം റബ്ബർ വെച്ച് പിടിപ്പിക്കുകയും അന്ന് അതിനെ സർക്കാരും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ എണ്ണിയാലൊടുങ്ങാത്ത കർഷക പ്രസ്ഥാനങ്ങളും ഉള്ളപ്പോൾ അന്ന് അതിനെതിരെ തെങ്ങ് കർഷകരെ ബോധവൽക്കരിക്കുകയോ അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു നടപടി അന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അത് കർഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല, കർഷക തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതുപോലെയാണ് നെൽവയലുകൾ നികത്തി, ദിവസം പ്രതി നെൽവയലുകൾ നികത്തി
കോൺക്രീറ്റ് കെട്ടിടങ്ങളും അതുപോലുള്ള മറ്റ് കാര്യങ്ങളും നടത്തിയപ്പോൾ അത് ചെറുക്കുന്നതിനും ഇവിടെ കഴിഞ്ഞില്ല. നെൽവയൽ നികത്താൻ പാടില്ല എന്ന നിയമം നിലവിലിരിക്കുമ്പോഴാണ് ദിവസവും നെൽവയലുകൾ നികത്തിക്കൊണ്ടിരുന്നത്. തണ്ണീർത്തടങ്ങൾ നികത്താൻ പാടില്ല എന്ന് നിയമം നിലവിലിരിക്കുമ്പോഴാണ് ഇവിടുത്തെ ചെറു കുളങ്ങളും ചെറു തോടുകളുമെല്ലാം നികത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം ഫലപ്രദമായി ചെറുക്കുന്നതിന് കർഷകർക്കോ കർഷക തൊഴിലാളികൾക്കോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ സർക്കാരിനോ കഴിഞ്ഞില്ല. അതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതും ഇനി അനുഭവിക്കേണ്ടി വരുന്നതും. സാമ്പാർ പരിപ്പ് 1 കിലോയ്ക്ക് 230 രൂപയിൽ എത്തി നിൽക്കുന്നു. പയറാണെങ്കിൽ 140 രൂപയോളം എത്തി നിൽക്കുന്നു. കടല 160 രൂപ. 1 കിലോ കടല വേണമെങ്കിൽ 160 രൂപ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു മനുഷ്യൻ ഇതെല്ലാം എങ്ങനെയാണ് വാങ്ങുക? അത്യാവശ്യം തന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എങ്ങനെ വാങ്ങും എന്ന് ആലോചിച്ചാൽ അതിന് മറുപടി പറയാൻ ഇവിടെ ആർക്കും കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ 75 രൂപയ്ക്കും 100 രൂപയ്ക്കും കിട്ടിക്കൊണ്ടിരുന്ന 1 കിറ്റ് മലക്കറി പച്ചക്കറി അതിന്ന് വേണമെങ്കിൽ 125 രൂപയും 150 രൂപയും കൊടുക്കേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. എത്രയെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിൽ സർക്കാരും ആ പൊതുവിതരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം CPI ആണ് കാലാകാലങ്ങളായി, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന കാലം തൊട്ട് 1982 മുതൽ അതിപ്പോൾ 2025 നോക്കി നിൽക്കുന്ന ഈ കാലഘട്ടത്തിലും പൊതുവിതരണ വകുപ്പ് കൈകാര്യം ചെയ്തത് CPI ആയിരുന്നു. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു. അവരും അക്കാര്യത്തിൽ അമ്പെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് കേരള ജനത കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം എങ്ങനെയാണ് ഒരു മോചനം? സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചത് കൊണ്ട് അവശ്യ സാധനങ്ങൾ വർദ്ധിക്കുന്നില്ല എന്നുള്ള വസ്തുത ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോഴാണ് സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത്. 100 രൂപയ്ക്ക് അല്ലെങ്കിൽ 75 രൂപയ്ക്ക് കെട്ടിക്കൊണ്ടിരുന്ന 1 കിറ്റ് മലക്കറി ഇന്ന് 150 രൂപ കൊടുത്ത് വാങ്ങേണ്ടി വരുമ്പോൾ അവിടെ പച്ചക്കറിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നില്ല. നിലവിലുള്ള പച്ചക്കറി തന്നെയാണ് അതായത് 75 രൂപയ്ക്കും 100 രൂപയ്ക്കും കൊടുത്തുകൊണ്ടിരുന്ന പച്ചക്കറി കിറ്റ് തന്നെയാണ്. അതേ അളവിൽ തന്നെയാണ് ഇപ്പോൾ 125 രൂപയ്ക്കും 150 രൂപയ്ക്കും കൊടുക്കുന്നത്. 30 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന അരി തന്നെയാണ് ഇപ്പോൾ 50 രൂപയ്ക്കോ 52 രൂപയ്ക്കോ കൊടുക്കുന്നത്. അവിടെയും നെല്ല് ഉൽപാദനം കുറഞ്ഞതുകൊണ്ടല്ല വില വർദ്ധിപ്പിക്കുന്നത്. അവിടെയെല്ലാം നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള കാര്യക്ഷമത ഇല്ലായ്മയാണ് ഈ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനുണ്ടായ കാരണം. ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി പല അജണ്ടകളും പ്രധാനപ്പെട്ടതാണ്, അതൊന്നും വിസ്മരിക്കുന്നില്ല. എങ്കിലും മലയാളിയുടെ നിത്യോപയോഗ സാധനങ്ങളായ നിത്യോപയോഗ വസ്തുക്കൾ അതിന്റെ വില വർദ്ധിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അത് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ അത് കാര്യക്ഷമമായി നടത്തണം. പൂഴ്ത്തിവെപ്പ് എവിടെയാണ് ഉണ്ടാകുന്നത്? കരിഞ്ചന്ത എവിടെയാണ് നടത്തുന്നത്? റേഷൻ കടയിലെ നിത്യോപയോഗ സാധനങ്ങൾ എങ്ങനെയാണ് കടത്തിക്കൊണ്ടു പോകുന്നത്? പൊതു ഹോൾസെയിൽ കടകളിലെ അല്ലെങ്കിൽ മാവേലി സ്റ്റോറുകളിലെ അതുപോലുള്ള സിവിൽ സപ്ലൈസിന്റെ ഔട്ട്ലെറ്റുകളിലെ കൺസ്യൂമർ ഫണ്ടിന്റെ ഔട്ട്ലെറ്റുകളിൽ നിന്നും നിത്യോപയോഗ സാധനങ്ങൾ കടത്തിക്കൊണ്ടു പോകുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥർക്കും ആ സർക്കാർ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്ന CPIക്കും അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല. അവർക്ക് അവിടെയെല്ലാം നിയന്ത്രിക്കുന്നതിന്
അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവർക്കെല്ലാം കിട്ടേണ്ടത് വീടുകളിൽ എത്തിക്കുന്നു, അല്ലെങ്കിൽ കിട്ടേണ്ട സമയത്ത് അതിൻ്റെ എല്ലാം വിഹിതം അവർക്കെല്ലാം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതവർ എത്രത്തോളം നിഷേധിച്ചാലും ആ വസ്തുതയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനാവില്ല. ഇവിടെ സാധാരണക്കാർക്ക് എല്ലാം അറിയാം. മാവേലി സ്റ്റോറുകളിലെ നിത്യോപയോഗ സാധനങ്ങൾ കടത്തിക്കൊണ്ടു പോകുന്നതും ആ കടത്തിക്കൊണ്ടു പോകുന്ന സമയം എപ്പോഴാണെന്നും ആ കടത്തിക്കൊണ്ട് പോകുന്നത് ആരാണെന്നും ആ കടത്തിക്കൊണ്ട് പോകുന്നത് എങ്ങോട്ടാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനെയെല്ലാം നിയന്ത്രിക്കാൻ ഇവിടെ നിയമമുണ്ടെങ്കിലും ആ നിയമങ്ങൾ കർശനമായി പാലിക്കാൻ, കർശനമായി നടപടി സ്വീകരിക്കാൻ ഇവിടത്തെ അത് ഭരിക്കുന്ന ആ പൊതുവിതരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന CPIക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന ഒരു വസ്തുത, ഇത്രയും സാധനങ്ങൾക്ക് വില കൂടിയിട്ടും അതിനെതിരെ സമരം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ കക്ഷികൾ, പ്രതിപക്ഷം സമരം ചെയ്തതായിട്ട് ഒരു അറിവുമില്ല. എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല? മറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ കോൺഗ്രസ് മുന്നണി ആണ് ഭരിച്ചിരുന്നുവെങ്കിൽ, ഇവിടെ ഇടതുപക്ഷ മുന്നണി പ്രതിപക്ഷത്തായിരുന്നുവെങ്കിൽ എന്തെല്ലാം സമരങ്ങൾ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ മുക്കിന് പഞ്ചായത്തുകൾ തോറും എന്തിന് വാർഡുകൾ തോറും സമരാഗ്നി കത്തിജ്വലിക്കുമായിരുന്നില്ലേ? അത് വിലയിരുത്തേണ്ട ഒരു വസ്തുതയാണ്. നിങ്ങൾ എന്തിനാണ് പ്രതിപക്ഷത്തിരിക്കുന്നത്? ഇത്തരം ജനങ്ങളുടെ കഷ്ടപ്പെടുത്തുന്ന നിലയിലേക്ക് സർക്കാർ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ സർക്കാരിനെ തിരുത്താനും ആ സർക്കാരിനെ കർശനമായി അതിനെതിരെ പ്രതികരിക്കാനുമുള്ള ബാധ്യത, ഉത്തരവാദിത്തം പ്രതിപക്ഷ കക്ഷികൾക്കില്ലേ, പ്രതിപക്ഷത്തിനില്ലേ? ഇവിടെ പ്രതിപക്ഷ നേതാവും ആ പ്രതിപക്ഷ പ്രതിപക്ഷത്തെ നിയന്ത്രിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ചുകൊണ്ട് കുതുകാൽ വെട്ടിക്കൊണ്ട് നടക്കാനേ അവർക്ക് സമയമുള്ളൂ. ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനകീയ സമരങ്ങൾ, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള സമരങ്ങൾ നടത്താൻ അവർക്ക് കഴിയുന്നില്ല. ആ കഴിയാത്തതിന്റെ കാരണം എന്താണെന്ന് അവര് കാര്യക്ഷമമായി പഠിക്കേണ്ടതും അതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണേണ്ടതും നിത്യോപയോഗ സാധനങ്ങളുടെ ഇനിയും വില വർദ്ധിപ്പിക്കാതിരിക്കുന്ന, നിലവിലുള്ള വില കുറച്ചുകൊണ്ടുവരുന്നതിനും നിലവിലെ വില വർദ്ധിപ്പിക്കാതിരിക്കുന്നതിനുമൊക്കെ അടിയന്തരമായി സമര പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് റോഡുകളിൽ ഇറങ്ങി സമരം ചെയ്യേണ്ട സർക്കാർ ഓഫീസുകളുടെ മുന്നിൽ സമാധാനപരമായിട്ട് സമരം ചെയ്യാമല്ലോ. നിങ്ങൾ അക്രമാസക്തമായി സമരം ചെയ്യണമെന്ന് ആരും ആവശ്യപ്പെടുന്നില്ല. കോൺഗ്രസിന്റെ ശൈലിയിൽ സമാധാനപരമായി നിങ്ങൾക്ക് സമരം ചെയ്യാൻ കഴിയും. ഉപവാസ സമരങ്ങളും അതുപോലുള്ള സത്യാഗ്രഹ സമരങ്ങളും നിങ്ങൾക്ക് നടത്താൻ കഴിയും. അതൊന്നും നിങ്ങൾ നടത്തുന്നതായിട്ട് ഈ കേരളത്തിൽ ഒരു മൂലയിലും കാണുന്നില്ല. എവിടെ നിന്നെങ്കിലും അല്പം ഒരു തുരുമ്പ് കിട്ടുമ്പോൾ ആ തുരുമ്പിൽ പൊക്കിപ്പിടിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാര് പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഉപരോധിച്ചുകൊണ്ട് ആ സർക്കാർ ഉദ്യോഗസ്ഥരെ പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ ഇരുന്നത് കൊണ്ടൊന്നും ഇവിടെ സാധനങ്ങളുടെ വില കുറയാൻ പോകുന്നില്ല. ആ സമരങ്ങളൊക്കെ അപഹാസ്യമായിട്ടേ തോന്നുന്നു. അവിടെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ ആയയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതല്ലേ ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയും. അതിനെതിരെ സമരം ചെയ്യുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടത്തെ വാണം പോലെ കുതിച്ചുയരുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിനെതിരെ നിങ്ങൾക്ക് സമരം ചെയ്യാൻ ധൈര്യമുണ്ടോ എന്നാണ് യൂത്ത് കോൺഗ്രസുകാരോടും അവരുടെ രക്ഷകർത്താവായ കോൺഗ്രസിനോടും ചോദിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം DYFIയുടെ ഒരു പ്രകടനം കണ്ടു. കൊച്ചിയിൽ ഒരു ടാങ്കർ ലോറിയിൽ നിന്നും കൊച്ചിയിലെ റിഫൈനറിയിൽ നിന്നും ചോർച്ച ഉണ്ടാകുന്നു. കുറെ ലിറ്റർ എണ്ണ ഓടയിലൂടെ ഒഴുകിപ്പോയി. അതിന് അടിയന്തരമായി ആ ഓയിൽ കമ്പനി നടപടി സ്വീകരിച്ചു. ആ ചോർച്ചയെ ന്യായീകരിക്കുകയല്ല, അതിനെതിരെ DYFI രാത്രി സമരം ചെയ്യുന്നു. DYFI രൂപീകരിച്ചത്
അതല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന KSYF കേരള സോഷ്യലിസ്റ്റ് യുവജന ഫെഡറേഷൻ രൂപീകരിച്ചത് ആ രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനമുണ്ട്. അത് ഉദ്ഘാടനം ചെയ്തത് ശ്രീ AK ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ AK ഗോപാലനാണ്. ഇതൊരു സമര സംഘടനയാണ്. ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായ സമരം നയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടനയാണ് KSYF എന്നും അന്ന് ആ നിലയിലാണ് തൊഴിലായ്മയ്ക്കെതിരെയാണ് ആ യുവജന സംഘടന രൂപീകരിച്ചതെങ്കിലും ജനകീയ പ്രശ്നങ്ങളിലൂടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്യണമെന്ന് അന്ന് AKG ആഹ്വാനം ചെയ്തതാണ്. ആ KSYFന്റെ പുതിയ രൂപമാണ് DYFI, ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. നിങ്ങൾ ഈ അർദ്ധരാത്രി ഒരു എണ്ണ ചോർന്നത് കൊണ്ട് അവിടെ കൊടിയും പിടിച്ച് സമരം ചെയ്താലൊക്കെ അത് അവകാശ സമരമായിട്ട് ജനങ്ങൾ കാണും. അതുകൊണ്ട് സമരവും ഭരണവും പണ്ട് EMS പറഞ്ഞതുപോലെ സമരവും ഭരണം ഒരിടത്ത് നടക്കട്ടെ. അതോടൊപ്പം തന്നെ ജനകീയ പ്രശ്നങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ സമരരംഗത്ത് ഇറങ്ങണമെന്നാണ് DYFIയോട് ആവശ്യപ്പെടാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്. നിർത്തുന്നു. നമസ്കാരം.